ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. സഭാവിശ്വാസികളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി റവറന്റ് ഫാദർ ജോസ് മാണിപ്പറമ്പിലാണ് നമ്മളോടുകൂടെ ഇന്ന് ഈ എപ്പിസോഡിലുള്ളത്. കത്തോലിക്ക വിശ്വാസമനുസരിച്ച് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നീ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതും പഠിക്കുന്നതും. ഇതിൽ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് വിശദമായി അറിയണമെന്നുണ്ട്. അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വചനത്തിൽ എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് വിശദീകരിച്ചു തരാമോ? ധാരാളം പേർക്കുള്ള ഒരു സംശയമാണിത്. നമ്മൾ മരണം എന്ന പുഴയുടെ ഇക്കരെ നിന്നിട്ടാണ് സംസാരിക്കണേ. മരണം എന്ന പുഴയുടെ അക്കരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണേ. നമുക്ക് ധാരാളം പരിമിതികളുണ്ട്. അക്കരെയുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്താൻ യേശു പോലും വിസമ്മതിച്ചിട്ടുണ്ട്. ധനവൻ്റെ ലാസറിൻ്റെ കഥയിൽ ധനവൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ മരിച്ചവരെന്നുള്ള ഉയർത്ത് ചെന്ന് പറഞ്ഞാൽ എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരോട് വരാതിരിക്കാനായിട്ട് സാധിക്കും. യേശു അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? നിയമവും പ്രവാചകന്മാരും പറയുന്നത് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്ത് വന്നാലും അവർ വിശ്വസിക്കില്ല. നിയമവും പ്രവാചകന്മാരും എന്ന് കർത്താവ് പറയുമ്പോൾ ബൈബിൾ എന്നർത്ഥം. ബൈബിളിൽ അത്യാവശ്യം വേണ്ട വെളിപാടുകൾ നൽകിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നൽകാൻ കർത്താവ് വിസമ്മതിച്ചു. എന്തുകൊണ്ട്? ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ UAE ഇവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ നാട്ടിൽ ചെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമോ? മനസ്സിലാകില്ല. നമ്മൾ എന്തൊക്കെ വർണ്ണിച്ചാലും ഇവിടെ നേരിട്ട് വന്ന് അനുഭവിച്ചാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്വർഗമുണ്ടെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെന്ന് വിശ്വസിക്കും. ബാക്കി കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അനുഭവിക്കാം. ഇപ്പോഴേ നമ്മൾ വല്ലാണ്ട് വേവലാതിപ്പെടേണ്ട കാര്യമില്ലെന്നാണ് കർത്താവ് പറയുന്നത്. ശുദ്ധീകരണത്തെക്കുറിച്ചും പിന്നെ നരകത്തെക്കുറിച്ചും നമുക്കിങ്ങനെ തുടങ്ങാം. നമ്മുടെ ജീവൻ്റെ അവസാനമാണോ അല്ലയോ, അതോ നമ്മുടെ ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതം ഉണ്ടോ? എല്ലാവർക്കും സ്വീകാര്യമായി ഉത്തരം കിട്ടണമെങ്കിൽ, നിരീശ്വരന്മാർക്ക് പോലും സ്വീകാര്യം ഉത്തരം കിട്ടണമെങ്കിൽ വേറെ 2 ചോദ്യം ചോദിച്ചാൽ മതി. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മരിക്കും. പക്ഷെ മരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. എന്തുകൊണ്ട് നമുക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്ത? മരണമില്ലാത്തൊരു ജീവന് വേണ്ടി നമ്മൾ കൊതിക്കുന്നു എന്നാണ് ഏറ്റവും ലളിതമായ ഉത്തരം. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്ത് സൗഭാഗ്യം കിട്ടിയാലും ചിലകൊണ്ട് മെച്ചപ്പെട്ടത് കിട്ടിയെങ്കിൽ എന്ന ചിന്ത നമുക്കുണ്ട്. എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും പൂർണ്ണ തൃപ്തി ഇവിടെയില്ല. ആഗസ്തീനോസ് പറയുന്നത് ദൈവം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും തൃപ്തമാകാത്ത ഒരു ഹൃദയവുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം, ഇത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നു. ഈ മെച്ചപ്പെട്ട ജീവിതത്തെക്കുറിച്ച് യേശു പറഞ്ഞത് സമൃദ്ധമായ ജീവൻ എന്നാണ്. ഞാൻ വന്നത് ജീവൻ നൽകാനാണ്, സമൃദ്ധമായ ജീവൻ. ഈ സമൃദ്ധമായ ജീവനെയാണ് നമ്മൾ നിത്യജീവൻ എന്ന് പറയണേ. ജീവശാസ്ത്രപരമായ ജീവനേക്കാൾ ശക്തം മരണമാണ്. മരണത്തെക്കാൾ ശക്തം എന്താണ്? സ്നേഹമാണ്. ഉത്തമഗീതം 8:6. സ്നേഹമാണ് മരണത്തെക്കാൾ ശക്തം. അതായത് നാം മരിക്കുന്നതിന് മുമ്പ് സ്നേഹം തന്നെയായ ദൈവം നമ്മിലേക്ക് ചുവട് വയ്ക്കുകയും നമ്മെ അവൻ്റെ സ്നേഹത്താൽ വലയം ചെയ്യുകയും ചെയ്താൽ നമ്മൾ ശാരീരികമായി മരിക്കുമ്പോൾ ഈ മരണം എന്ന പുഴ നീന്തി കിടക്കാനുള്ള ലൈഫ് ജാക്കറ്റ് ഉണ്ടാവും. നമ്മൾ അന്തിമമായി നീന്തി കിടക്കേണ്ട പുഴ മരണം എന്ന പുഴയാണ്. അത് നീന്തി കിടക്കണമെങ്കിൽ നമുക്കൊരു ലൈഫ് ജാക്കറ്റ് വേണം. അത് മരണത്തെക്കാൾ ശക്തമായ സ്നേഹമാണ്. അത് ദൈവം തന്നെയാണ്. ഞാൻ ആവർത്തിക്കുക, നാം മരിക്കുന്നതിന് മുൻപ് ദൈവത്താൽ വലയം ചെയ്യപ്പെട്ടാൽ, ദൈവവചനത്താലും സ്നേഹത്താലും വലയം ചെയ്യപ്പെട്ടാൽ, നാം ശാരീരികമായി മരിക്കുമ്പോൾ ഈ പുഴ മരണം എന്ന പുഴ നീന്തി കിടക്കാനുള്ള ലൈഫ് ജാക്കറ്റ് നമുക്കുള്ളത് കൊണ്ട് നമുക്ക് നീന്തി കടന്ന് അക്കരയെത്താം. ആ അക്കരയെ വിളിക്കുന്ന പേരാണ് സ്വർഗം. ഈ ലൈഫ് ജാക്കറ്റ് അത്ര ശക്തമല്ലെന്ന് കരുതുക. അപ്പം നമ്മൾ മരണം വന്ന പുഴയിൽ നീന്തി തുടിക്കും. അക്കരെ എത്തൂല്ല, കേട്ടുപോട്ട് പോകൂല. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ശുദ്ധീകരണ അവസ്ഥ എന്ന് പറയാം. പെർഗാട്രി എന്നാണ് ഇംഗ്ലീഷിൽ. സ്ഥലം, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമുക്കൊരു സ്ഥലം എന്ന തോന്നലാണ്. അതിനേക്കാളേറെ ശുദ്ധീകരണ അവസ്ഥയാണ്. ഈ ശുദ്ധീകരണ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മെ നരകത്തിലേക്ക് തള്ളാൻ മാത്രം അയോഗ്യത നമുക്കില്ല. അതേസമയം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അതിൻ്റെ വിശുദ്ധി നമുക്കില്ല.
അപ്പോൾ ദൈവം നമുക്ക് തരുന്നൊരു സുവർണ അവസരമാണ് ഈ ശുദ്ധീകരണം പൂർത്തിയായിട്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ. ഒരു നല്ല അവസരമാണിത് വാസ്തവത്തിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? മരണത്തോടെ നമുക്ക് വേണ്ടി തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവസാനിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ അല്ലയോ? അതാണ് ചോദ്യം. ഇല്ലയോ? സാധിക്കുമോ ഇല്ലയോ? കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിന് ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഈ വചനം ഇച്ചിരി ദുർഗ്രഹമാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം ഉറപ്പാണല്ലോ, ജ്ഞാനസ്നാനം എന്ന കൂദാശ മരിച്ചവർക്ക് വേണ്ടി സ്വീകരിക്കാമെന്ന കാര്യത്തിലെങ്കിലും ഉറപ്പായല്ലോ. അങ്ങനെയെങ്കിൽ മറ്റൊരു കൂദാശയെ ബലിയർപ്പിച്ചൂടെ? അപ്പൊ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന ആ അവസ്ഥയിൽ കിടക്കുന്നവരെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടെല്ലാം സപ്പോർട്ട് ചെയ്ത്, കൂദാശകൾ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അവർക്ക് ആവശ്യമായിരിക്കുന്ന ശുദ്ധീകരണം നമുക്ക് കൊടുക്കാൻ നമുക്ക് കൂടി പങ്കാളിത്തം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മരിച്ചവരൊന്നും മരിച്ചിട്ടില്ലെന്ന് ലൂക്കായുടെ സുവിശേഷം 20:38 കർത്താവ് പറയുന്നുണ്ട് താനും. അതിനാൽ ഈ അവസ്ഥയ്ക്കാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയണേ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ അവസ്ഥ. നമുക്കിങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ വലയം ഇല്ലെന്ന് വിചാരിക്കുക, ദൈവസ്നേഹത്തിൻ്റെ വലയം ഇല്ലെന്ന് വിചാരിക്കുക, ലൈഫ് ജാക്കറ്റ്. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ശാരീരികമായി മരിക്കുമ്പോൾ മരണം എന്ന പൊഴിയിൽ ആണ്ടാണ്ട് പോകും. അതിനെ വെളിപാട് പുസ്തകം 2-ാമത്തെ മരണം എന്ന് വിളിക്കും. അതിന് മറ്റൊരു പേരാണ് നരകം. യേശു നരകത്തിലേക്ക് ഇറങ്ങി എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൻ മരണത്തിൻ്റെ അങ്ങേയറ്റത്ത് വരെ പോയി അവിടെയും ജീവൻ വെച്ച് പോന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നരകത്തിൽ പോകാൻ മനഃപൂർവ്വം നമ്മൾ തീരുമാനിച്ച് ഒരു കാരണവശാലും ദൈവസ്നേഹം നമ്മെ കടക്കാതിരിക്കാൻ അടച്ചു കെട്ടിയാൽ മാത്രമേ നമ്മൾ നരകത്തിൽ പോകൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അങ്ങേറ്റം പ്രത്യാശ നരകത്തിൽ പോലും, എന്നുവെച്ചാൽ മരണത്തിന് അറ്റത്ത് പോലും പ്രത്യാശയുള്ള തരത്തിൽ യേശു നമുക്ക് വേണ്ടി മരിച്ച് മരണത്തിനറ്റം വരെ പോയി ജീവനോടെ വെച്ചിട്ടാണ് പോന്നിരിക്കുന്നത് എന്നർത്ഥം. അത് നമുക്ക് വലിയ പ്രത്യാശയാണ്. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ മാത്രം പുരോഹിതന്മാരുടെ വിവാഹം അനുവദനീയമല്ലാത്തത്? പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇവൻ മെത്രാന്മാർക്ക് പോലും ഏകഭാര്യസ്ഥനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സഭ വൈദികരുടെ വിവാഹം പ്രോത്സാഹിപ്പിക്കാത്തത്? അങ്ങനെ എടുത്തു മാറ്റാൻ പറ്റാത്തൊരു വിലക്ക് സഭയിലില്ല. കത്തോലിക്ക സഭയിൽ ഒരു സഭ, 24 സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അതിലൊരു സഭയാണ് മാറോനായിട്ട്. മാറോനായിട്ട് സഭയിൽ ഇപ്പോഴും വൈദികർ, കത്തോലിക്ക വൈദികർ മാറോനായിട്ട് സഭയിൽ വിവാഹിതരാണ്. ഇവിടെ UAE ഉണ്ട് അവർ. അപ്പം സഭ മൊത്തത്തിൽ അങ്ങ് വിലക്കിയിട്ടില്ല. ബൈബിളിലെ അടിസ്ഥാനം ആദ്യം പറയാം, എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ നിലപാടും പറയാം. ബൈബിളിൽ ഇപ്പോൾ പത്രോസ് വിവാഹം കഴിച്ചിരുന്നതല്ലേ, അതുകൊണ്ട് എല്ലാ വൈദികരും കല്യാണം കഴിക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന് മറുപടി ഇതാണ്: യേശു പത്രോസിനെ അനുഗമിക്കാനാണോ പറഞ്ഞത്, അത് യേശുവിനെ അനുഗമിക്കാനാണോ പറഞ്ഞത്? യേശുവിനെ അനുഗമിക്കാൻ. യേശു കല്യാണം കഴിച്ചിരുന്നോ? അപ്പോൾ ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡനാക്കിയവരിൽ ഏറ്റവും അഗ്രഗണ്യൻ, മുമ്പതിൽ നിൽക്കുന്നത് യേശുവാണ്. എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ മാതാപിതാക്കളെയും പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സകല സംഗതികളും വെറുക്കാതെ ഉപേക്ഷിക്കാതെ എന്നെ അനുഗമിക്കാൻ കഴിയില്ല. മത്തായി 19:12 വാക്യം, ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. പൗലോസ് പറയുന്നത്, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, എല്ലാവരും എന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു എന്നാണ്. എന്നെപ്പോലെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതെ. അപ്പോൾ പിന്നെ എന്തിനാണ് പൗലോസ് മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറഞ്ഞത്? അന്ന് കല്യാണം കഴിക്കാൻ ആവശ്യമുള്ള കല്യാണം കഴിക്കാമായിരുന്നു. അവർ ധാർമ്മികമായ നിലവാരം പുലർത്തണം. ധാർമ്മികമായ നിലവാരം, ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, വിശ്വസ്തമായിരിക്കണം, കുടുംബത്തെ പോറ്റാൻ കഴിയണമെന്നാണ്. അതേസമയം ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കർത്താവിനെ അനുഗമിക്കാനും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിന് കഴിയുന്നവർ. ഇപ്പൊ സഭയുടെ നിലപാട് എന്താണ്? അന്ന് മുതലുള്ള നിലപാട് എന്താണ്? കല്യാണം കഴിച്ചവർക്ക് അച്ഛന്മാരാകാം, വൈദികരാകാം. ഇപ്പോഴും അന്നും സഭയുടെ നിലപാട് അത് തന്നെയാണ്. കഴിഞ്ഞ വർഷം എൻ്റെ സ്റ്റുഡൻറ്റ് MSO സഭയിൽപ്പെട്ട ഒരാൾ 78 വയസ്സിൽ അദ്ദേഹം സെമിനാരി ചേർന്നത്. ഭാര്യയുണ്ട്, ഭാര്യ മരിച്ചുപോയി, മക്കളുണ്ട്, ഒരാൾ ലണ്ടനിലാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് പട്ടം കിട്ടി. അദ്ദേഹം കല്യാണം കഴിഞ്ഞതാണ്, മക്കളുണ്ട്, മക്കൾ ജീവിച്ചിരിപ്പുണ്ട്, ഭാര്യ മരിച്ചുപോയി. അപ്പോൾ കുടുംബത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം സെമിനാരി ചേർന്നു. അദ്ദേഹം എൻ്റെ സ്റ്റുഡൻ്റാണ്, കഴിഞ്ഞ വർഷം പട്ടം കിട്ടിയത്. ഇപ്പോഴും സഭയുടെ നിലപാട് അത് തന്നെയാണ്. വിവാഹിതർക്ക് വേണമെങ്കിൽ പൗരോഹിത്യം സ്വീകരിക്കാം, എന്നാൽ പുരോഹിതന്മാർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇത് ഞാൻ ആവർത്തിക്കുന്നു, എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു നിയമമല്ല. എപ്പോൾ വേണമെങ്കിലും സഭയ്ക്ക് പുനർവിചിന്തനം ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറോനായിട്ട് സഭയും കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിലാണ്. അവർക്ക് വിവാഹം ചെയ്യാനുള്ള അനുവാദം ഉണ്ട്. പിന്നെ വിവാഹിതരായ യാക്കോബായ സഭയിലോ
ഓർത്തഡോക്സ് സഭയിലോ വിവാഹിതരായ പുരോഹിതന്മാരെയാണ് സഭയിലേക്ക് സ്വീകരിക്കുന്നെങ്കിൽ അവരെ കുടുംബത്തോടു കൂടിയാണ് സ്വീകരിക്കുക. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, വർഗീസ് മറ്റമന. അദ്ദേഹത്തിൻ്റെ അപ്പൻ അച്ഛനാണ്. യാക്കോബ സഭയിലായിരുന്നു. അവർ കത്തോലിക്കരായപ്പോൾ അച്ഛനെ അച്ഛനായിട്ട് തന്നെ സ്വീകരിച്ചത്, പള്ളിയും കൊടുത്തു. പക്ഷേ മകന് കല്യാണം കഴിക്കാൻ പറ്റില്ല കത്തോലിക് സഭയിലായതുകൊണ്ട്. യാക്കോബ സഭയിൽ നിന്ന് വന്നപ്പോൾ കല്യാണം കഴിച്ച അച്ഛനെ കല്യാണത്തോടു കൂടി തന്നെയാണ്, അതായത് ആയ സ്ഥിതിയിൽ തന്നെ സ്വീകരിച്ചത്. വിവാഹം കഴിക്കാതെ മറ്റൊരു ബന്ധനങ്ങളുമില്ലാതെ അവിഭാജ്യമായ ഹൃദയത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ അത്യുന്നതമായ ഒരു ദൈവവിളി വേറെയില്ല. പക്ഷെ അത് മഹാവെല്ലുവിളിയാണ്. അത് ഏറ്റെടുക്കാൻ കഴിവുള്ളവർ സ്വീകരിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ കത്തോലിക്ക സഭയിലെ വലിയൊരു വചന പണ്ഡിതനാണ്. അത് ഞങ്ങൾ ഇവിടുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ്റെ ഓരോ വചനങ്ങളിൽ കൂടെ. അച്ഛൻ്റെ ഇത്രയും കാലത്തെ ബൈബിൾ പഠനങ്ങളിൽ നിന്നും അതോ അച്ഛൻ്റെ സഭാ ജീവിതത്തിൽ അച്ഛനെ ഏറ്റവും ആകർഷിച്ച ഏറ്റവും വലിയ വചനം ഏതാണ്? ഓരോ വചനം പഠിക്കുമ്പോഴും അതാണ് ഏറ്റവും സുന്ദരമെന്ന് എനിക്ക് തോന്നും. മർക്കോസിൻ്റെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം മർക്കോസിൻ്റെ സുവിശേഷമാണ്. യോഹന്നാൻ്റെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ അതാണ് ഇഷ്ടം എന്ന് പറയും. ബൈബിളിലെ ജ്ഞാനഗ്രന്ഥങ്ങൾ ഒഴികെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളും ഞാൻ വിവിധ സെമിനാരികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോന്നും എനിക്കിഷ്ടപ്പെട്ടതാണ്. എങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ബൈബിളിൽ ഒരു അനുഭവമാണ് പറയുക. ഏലി പുരോഹിതൻ എന്ന് പറഞ്ഞൊരു പുരോഹിതനുണ്ട്. സാമുവേൽ പ്രവാചകൻ്റെ ദൈവവിളിക്കെല്ലാം ഗൈഡൻസ് കൊടുത്ത. അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും പുരോഹിതന്മാരായിരുന്നു. മഹാതെമ്മാടികളായിരുന്നു അവർ. അപ്പോൾ ദൈവം മക്കളെ നേരെ ചൊവ്വെ വളർത്താത്തതിൻ്റെ പേരിൽ അപ്പനെ ശിക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ആ അപ്പന് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് സാമുവേൽ അന്ന് ചെറിയ കുട്ടിയാണ്. അവൻ ഈ തീർത്ഥകേന്ദ്രത്തിൽ, ഷീലോയിൽ തീർത്ഥകേന്ദ്രത്തിൽ കിടന്നുറങ്ങുകയാണ്. ഇൻക്യുബേഷനൊക്കെ തന്നെ പറയാം. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടാൻ വേണ്ടി ദേവാലയത്തിൽ തന്നെ ആയിരിക്കുന്ന കുട്ടി. അപ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവായ ഏലി പ്രവാചകൻ്റെ ഒരു വലിയ ദുരന്തം കാത്തിരിക്കുന്നു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ വലിയ ദുഃഖഭാവത്തോടെയാണ് ഈ സാമുവേൽ ചെറുപ്പക്കാരൻ തീർത്ഥകേന്ദ്രത്തിന് പുറത്തേക്ക് വരുന്നത്. ഏലി പുരോഹിതനെ കണ്ടു. അപ്പോൾ പുരോഹിതൻ ഈ സാമുവേലിനോട് പറഞ്ഞു, ഇതിൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ, കർത്താവ് വല്ലതും പറഞ്ഞോ? നീ ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്. അങ്ങനെ സാമുവേൽ പ്രവാചകൻ അവൻ്റെ ഗുരുവായ ഏലി പുരോഹിതന് സംഭവിക്കാനിരിക്കുന്ന വളരെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് പറയുകയാണ്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഏലി പറയുന്നൊരു വചനം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറഞ്ഞാൽ, ഏലി പറയാണ്, അത് കർത്താവല്ലേ, അവന് യുക്തമെന്ന് തോന്നുന്നത് അവൻ ചെയ്യട്ടെ. ഇംഗ്ലീഷിൽ ഇറ്റ് ഈസ് ദ ലോർഡ്, ലെറ്റ് ഹിം ഡു വാട്ട് ഹി തിങ്സ് ദ ബെസ്റ്റ് ഫോർ മീ. അത് കർത്താവല്ലേ, എനിക്ക് ഏറ്റവും യുക്തമെന്ന് അവന് തോന്നുന്നത് അവൻ ചെയ്യട്ടെ. ഞാൻ കുറച്ചുകൂടി, എനിക്ക് പലരും കത്തുകളൊക്കെ എഴുതും ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ. ഞാൻ ആ നേരത്തെ എന്താണോ തോന്നുന്നത് അതാണ് എഴുതി വിടുക. ഒരു വചനമൊക്കെ എഴുതാനെങ്കിൽ ചിലപ്പോൾ നേരം കിട്ടും. ഞാൻ പണ്ട് എഴുതി വിട്ട ഒരു വചനം കേരളത്തിലൊരു സ്ത്രീ ചില്ലിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവർ പള്ളിയിൽ ഏതോ ഒരു മത്സരത്തിന് പോയി വീണു, കാലിന് പരിക്ക് പറ്റി, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പിഴവ് കൊണ്ട് എന്തോ കാലിന് നീളം കുറഞ്ഞു. ഇപ്പോൾ കാല് മടക്കാനും വയ്യ, നടക്കാനും വയ്യ. അപ്പം ഞാൻ പള്ളിയിൽ കർത്താവിന് വേണ്ടി പോയതാണ്, പക്ഷെ ഇപ്പം എനിക്ക് കാല് മടക്കാനും വയ്യ, നടക്കാനും വയ്യാത്ത തരത്തിലാക്കി. കർത്താവ് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് അവരെനിക്കൊരു കത്ത് എഴുതി. ഞാൻ തിരിച്ചൊറ്റ വചനം എഴുതിയുള്ളൂ, കർത്താവ് തൻ്റെ തോന്നിയാസം പോലെ ചെയ്യട്ടെ. അവർക്കത് വലിയ ഇഷ്ടമായി. അവരത് ചില്ലിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഏലി പറഞ്ഞ വചനത്തിൻ്റെ എൻ്റെ ഭാഷയിൽ പറഞ്ഞത്, കർത്താവല്ലേ, കർത്താവിന് തോന്നിയാസം പോലെ ചെയ്യട്ടെ. എനിക്ക് കർത്താവിനോട് പറയാനുള്ളതും അത് തന്നെയാണ്. അത് കർത്താവല്ലേ, അവന് എൻ്റെ മേൽ എന്ത് തോന്നിയാസം ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളായിരുന്നു ഞങ്ങളിവിടെ അച്ഛനോട്. അതിനെല്ലാം വചനാധിഷ്ഠിതമായിട്ട് തന്നെ അച്ഛൻ മറുപടി തരികയും ഞങ്ങൾക്ക് നല്ല സംതൃപ്തകരമാവുന്ന രീതിയിലായിരുന്നു അച്ഛൻ്റെ മറുപടി. എല്ലാം വചനത്തിൽ നിന്ന് തന്നെ തന്നപ്പോൾ ഈ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് മാറി. അപ്പം അച്ഛൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയും ഞങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും അച്ഛൻ വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടാണ്, എന്ന് പറഞ്ഞാൽ ഇനി അതിനൊരു മറുചോദ്യം ഇല്ലാത്ത രീതിയിലാണ് അച്ഛൻ ആ മറുപടിയൊക്കെ ഞങ്ങൾക്ക് തന്നത്. അച്ഛൻ്റെ ഇത്രയും വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവിട്ടതിനും സംശയങ്ങളൊക്കെ ദൂരീകരിച്ചതിനും ശാലോം TV പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സെയിൻറ്റ് പോൾസ് ഇടവക അംഗങ്ങളും ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടറായ ജോൺ പടിഞ്ഞാക്കര അച്ഛനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. പറഞ്ഞ വാക്കുകൾക്കെല്ലാം നന്ദി. കർത്താവ് എന്ന മഹാരഹസ്യത്തിൻ്റെ
ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. എല്ലാ ഉത്തരങ്ങളും അതിൽ തന്നെ പൂർണ്ണമല്ല. വലിയ ചോദ്യങ്ങൾക്ക് ചെറിയ ഉത്തരങ്ങളാണ് കിട്ടിയത് വാസ്തവത്തിൽ. ഇനി നമുക്ക് ധാരാളം സംശയങ്ങളുണ്ടാകാം. നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടരാം. വചനം കൂടുതൽ പഠിക്കാനും ആഴപ്പെടാനും വചനത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ചെറുക്കാനും നമ്മൾ ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. ജീവന്റെ വചനത്തെക്കുറിച്ചുള്ള പ്രഭാഷണം പറഞ്ഞ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് യൂദാസ് യേശുവുമായിട്ട് ആദ്യമായിട്ട് തെറ്റിപ്പിരിയണേ. കർത്താവിൻ്റെ സങ്കടം മുഴുവൻ വെളിപ്പെടുത്തുന്ന വചനമാണ് യോഹന്നാൻ 6:70-71. നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. ജീവന്റെ വചനത്തെക്കുറിച്ചുള്ള സമാപനാണത്. അവനിത് പറഞ്ഞത് യൂദാസിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്നു, പിശാച് ശിമയോന്റെ മകനായ യൂദാസ്കർത്ത മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. അന്ന് യേശുവുമായി പിരിഞ്ഞവൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്നിട്ട് അവൻ കുർബാന സ്വീകരിച്ചപ്പോഴോ സാത്താൻ അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി ഇത് കോരിന്തോസ് സഭയിലെ 11-ാം അധ്യായം 28 മുതൽ 30 വാക്യങ്ങൾ. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിവേചിച്ചറിയണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. അങ്ങനെ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും മരിച്ചുപോയവരുമായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്, യൂദാസിൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ ആരും ആക്രമിക്കാതിരിക്കട്ടെ. അങ്ങനെ പോയവരൊക്കെ തിരിച്ച് കർത്താവിൻ്റെ കുർബാനയിലേക്ക് തിരിച്ചു വരട്ടെ. ഇങ്ങനെ മഹത്തായ ഒരു സംരംഭത്തിൽ എനിക്ക് ഭാഗമാകാനായിട്ട് സാഹചര്യം ഒരുക്കിയ UAE മുസഫ ദേവാലയത്തിലെ എല്ലാ വൈദികർക്കും, സവിശേഷമായി ജോൺ പടിഞ്ഞാക്കര അച്ഛനും, ഈ പരിപാടി ഇതുപോലെ ആസൂത്രണം ചെയ്ത ഷാലോം TV-യിലെ പുറപ്പാട് എന്ന് പറയുന്ന ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഷാലോം TV പ്രേക്ഷകർക്കും ഷാലോം TV നടത്തുന്നവർക്കും അവർ ചെയ്യുന്ന വലിയ വചനപ്രഘോഷണ ദൗത്യം, അതിലെല്ലാം ദൈവത്തിൻ്റെ കൃപാവരം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ ഞാൻ നിർത്തുന്നു. ജോസ് മാണിപ്പറമ്പിൽ അച്ഛനിലൂടെ കിട്ടിയ ബോധ്യങ്ങൾ നമ്മുടെ സഭാവിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവയോ അത്യുന്നതൻ, നീ നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം എൻ സമാധാനം, നൽകി നിൻ ശാന്തി എന്നിൽ. യഹോവ റാഫ സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com